പതിവ് തറവേലകളും അഭ്യാസങ്ങളുമായിട്ട് ശബരിമല അയ്യപ്പന്റെ അടുത്ത് പോകരുതെന്ന് കാര്യവിവരമുള്ള പലരും നമ്മുടെ സർക്കാരിനെയും CPM-നെയും ഉപദേശിച്ചതാണ്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം നടത്തി, പമ്പ സംഗമം അത് നടത്തിയിട്ട് ശ്രീ അയ്യപ്പന്റെയും അതുവഴി അയ്യപ്പ ഭക്തരുടെയും പ്രീതി പിടിച്ചു പറ്റണമെന്നുള്ളൊരു നിർബന്ധത്തിലായിരുന്നു പിണറായി വിജയനും വാസവൻ സഖാവും MP ഗോവിന്ദൻ സഖാവും ഒക്കെ. വികസനത്തെക്കുറിച്ചുള്ള ചർച്ച, മാസ്റ്റർ പ്ലാൻ മുതലായ അടവുകൾ ഇറക്കിയാൽ കാര്യം നടപ്പാകുമെന്നാണ് അവർ വിചാരിച്ചത്. അത് മാത്രമല്ല, അയ്യപ്പനിലും മറ്റേതൊരു ഈശ്വരനിലും വിശ്വാസമില്ലാത്ത നമ്മുടെ പിണറായി വിജയൻ സഖാവ് കാരണഭൂതർ അദ്ദേഹത്തെ പമ്പയിലെങ്കിലും എത്തിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകുന്നു അവർ കണക്ക് കൂട്ടി. എന്ന് വെച്ചാൽ അവർ പലരും വിചാരിച്ചത് നമ്മുടെ അയ്യപ്പ ഭഗവാൻ പിണറായി വിജയൻ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാ. അങ്ങനെയാണ് പലരും പോയി അദ്ദേഹത്തോട് പറഞ്ഞത്. ഇതാ അദ്ദേഹം പമ്പ വരെ എത്തുന്നു, അയ്യപ്പൻ അദ്ദേഹത്തെ കാണുന്നു, അയ്യപ്പൻ സംപ്രീതനാവുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ അയ്യപ്പൻ നിൽക്കുന്നു എന്നൊക്കെയാണ് ഇവർ കണക്ക് കൂട്ടിയത്. നമ്മുടെ പിണറായി സഖാവും വാസവൻ സഖാവും എന്താണ് വിചാരിച്ചതെന്നറിയാമോ? SNDP-യെയും NSS-നെയും എങ്ങനെയെങ്കിലും കൂടെ നിർത്തിയാല് ശബരിമല കാര്യത്തിൽ പിന്നെ അപ്പീലില്ല എന്നാ വിചാരിച്ചത്. SNDP പണ്ടേ കൂടെയാ. 2018 സുപ്രീം കോടതി വിധി വന്നല്ലോ, 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ ശബരിമല സന്നിധാനത്തിൽ പ്രവേശിപ്പിക്കാം, അത് തടയരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിധി വന്നു. അന്ന് ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി ഭക്തജനങ്ങൾ വലിയ തോതിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങി. അതുകൊണ്ട് അത് നടക്കാതെ പോയത്. അന്ന് ആ ആചാര സംരക്ഷണ വിശ്വാസ സംരക്ഷണ സമരത്തിന് എതിരായിട്ട് നിന്നവരായിരുന്നു SNDP-യും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും. ഇത്തവണയാണെങ്കിൽ NSS-നെയും കൂടെ കിട്ടി. എന്താ കാരണവും നമുക്കറിഞ്ഞുകൂടാ. ഏത് കാരണം കൊണ്ടാണ് ഇതുവരെ എടുത്തിരുന്ന നിലപാടിൽ നിന്ന് NSS മാറിയതെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും അവരും കൂടെ ചേർന്നു. പിന്നാരെ മൈലിയാന SNDP കൂടെ ഉണ്ട്, NSS കൂടെ ഉണ്ട്, പിന്നെ ചില മറ്റ് സാമുദായിക സംഘടനകളെ കൂടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ പന്തളം കൊട്ടാരമൊക്കെ എതിരായിരുന്നു. പന്തളം കൊട്ടാരവും അയ്യപ്പനുമായിട്ടുള്ള ശബരിമലയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. കൊട്ടാരം പക്ഷേ എതിരായിട്ടാണ് നിന്നത്. ഈ സംഗമത്തിന് കൂടിയൊന്നുമില്ല. പിന്നെ ഇവർ രണ്ടു കൂട്ടരും ഉണ്ടെങ്കിൽ SNDP NSS കാര്യമെല്ലാം നടന്നു, സംഗതി കുശാലായി എന്ന് കരുതിയതാ. പക്ഷെ അയ്യപ്പന്റെ അന്തർഗതം വേറെയായിരുന്നു. ഭഗവാൻ പക്ഷേ ഈ കള്ളത്തരം മനസ്സിലാക്കി. എന്തിനാണ് CPM-ഉം അല്ലെങ്കിൽ ഗവൺമെന്റും കോപ്പ് കൂട്ടുന്നത്? ശബരിമല ഉപയോഗിച്ച് അയ്യപ്പനുള്ള വിശ്വാസം ചൂഷണം ചെയ്ത് രാഷ്ട്രീയ മുതലെടുപ്പാണ്, ലാഭമുണ്ടാക്കലാണ് എന്ന് ആർക്ക് മനസ്സിലായി? സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവിന് മനസ്സിലായി. അതോടെ എന്താ സംഭവിച്ചത്? സംഗമം തന്നെ ചീറ്റിപ്പോയി. 10,000 പേര് രജിസ്റ്റർ ചെയ്തതിന് ആകെ വന്നത് 200-300 പേരാ. അവിടെ ഉണ്ടാക്കിയ സദ്യ ഉണ്ടല്ലോ, അത് മുഴുവൻ കുഴിച്ചു മൂടുക ചെയ്തത്. ഈ വികസന ചർച്ച 3 വേദികളിൽ എന്നൊക്കെ പറഞ്ഞിരുന്നതാ. എന്തോ പേരിനിയർ ചർച്ചകൾ എന്നതിനപ്പുറത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോഴേ സംഗമം ചീറ്റിപ്പോയി. ഇപ്പൊ എന്താണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ശബരിമല എന്ന് പറഞ്ഞാലേ ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ്. കേരളം എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യയുടെ എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ഭക്തന്മാരെത്തുന്നതാ. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയെന്ന്, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, തെലങ്കാന, ഇവിടെ നിന്നൊക്കെ വലിയ തോതിൽ ഭക്തന്മാരെത്തുന്നതാ. കേരളത്തിലെ ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം ശബരിമലയാ. ഇതുപോലെ മറ്റൊന്നില്ല. ഗുരുവായൂരൊക്കെ ഉണ്ടില്ലെന്ന് പറയുന്നില്ല, എപ്പോഴും നട തുറക്കുന്ന ഒരു ക്ഷേത്രമല്ലത്. എന്നിട്ട് പോലും എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് മണ്ഡലകാലത്താണെങ്കിലും മകരവിളക്കിനാണെങ്കിലും അവിടെ വന്ന് അയ്യപ്പനെ തൊഴുതിട്ട് പോകുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന കെടുകാര്യസ്ഥത, കൊള്ളരുതായ്മകള്, സത്യം പറഞ്ഞ കൊള്ള. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ ഇപ്പൊ ഇവിടെ പോയി പലർക്കും അറിഞ്ഞുകൂടാ. അതിന്റെ വിശദാംശങ്ങൾ പറയാം. അപ്പൊ ഈ രീതിയിലാണ് ശബരിമല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ സംഗമം സംഘടിപ്പിക്കാൻ ഓടി നടന്ന ദേവസ്വം ബോർഡിന്റെ ആളുകളുണ്ടല്ലോ, നേതാക്കന്മാര്, അവരിപ്പോ പ്രതിക്കൂട്ടി നിൽക്കുക. അവരിപ്പോ നിന്നങ്ങനെ വിയർക്കുക കേട്ടോ. അതുപോലെ ചെയ്ത കള്ളത്തരങ്ങളുടെ ഒക്കെ ചെമ്പ് ഇപ്പോൾ ഓരോ ദിവസവും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഓരോരോ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുക. ശബരിമല ഭക്തന്മാരെ ഏറ്റവും വേദനിപ്പിച്ച ഒന്നായിരുന്നു 2018 കോടതി വിധിക്ക് ശേഷം, സുപ്രീം കോടതി വിധിക്ക് ശേഷം അവിടെ നടന്ന സംഭവങ്ങൾ. സർക്കാരിന്റെ സ്പോൺസർഷിപ്പിൽ അവിടെ സ്ത്രീകളെ കടത്താൻ ശ്രമിച്ചു. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ പോലീസിന്റെ ഹെൽമെറ്റൊക്കെ ധരിപ്പിച്ച് ചുറ്റും പോലീസുകാർ കാവല് നിന്ന് സന്നിധാനത്തിൽ എത്തിക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. അത് ഈ ഭക്തജനങ്ങൾ എതിർത്തത് കൊണ്ടാണ്.
അതിനുശേഷം ഇപ്പോൾ ഇതാ അന്നത്തെ ആ വേദനാജനകമായ അനുഭവങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ വാസ്തവത്തിൽ ശബരിമലയില് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കാൻ പാടില്ലാത്ത പലതുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുക. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന് സമർപ്പിച്ച സ്വർണം എവിടെ പോയി? അത് എവിടെയുണ്ട്? അത് സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുകയാണ്. അധികാരപ്പെട്ടവരല്ലാത്ത പലരും അവിടെ കയറി ഇടപെട്ടു എന്നുള്ളതിന്റെ തെളിവുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് അവിടെ നടന്ന ഇത്തരം കൊള്ളകള് മറച്ചു വെച്ചുകൊണ്ടാണല്ലോ ദേവസ്വം ബോർഡിന്റെ ആളുകള്, അതിന്റെ ഭാരവാഹികള് പമ്പയിൽ ഈ അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ വലിയ അത്ഭുതമാണ് തോന്നിപ്പോകുന്നത്. ശബരിമലയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ അയ്യപ്പ കോപമാണെന്ന് പറയാതെ വയ്യ. വാസ്തവത്തിൽ ഇപ്പൊ അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സ്വർണം പൂശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ പാളികൾ അത് വെറും ചെമ്പുപാളികളായിരുന്നോ അതോ നേരത്തെ സ്വർണം പൊതിഞ്ഞ പാളികളായിരുന്നു? തിളക്കം നഷ്ടപ്പെട്ടപ്പോൾ നേരത്തെ സ്വർണം പൊതിഞ്ഞ പാളികളാണോ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? അവിടെ നിന്ന് ഈ പാളികള് ഇളക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അത് ഇളക്കിയെടുത്തിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത്, ഈ സ്വർണം പൂശുന്ന ഫാക്ടറിയില് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെത്തുന്നത്. അതുവരെ ഈ പാളികൾ എവിടെയായിരുന്നു? ചെന്നൈയിലെത്തിച്ചത് ചെമ്പ് പാളികളായിരുന്നുവെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പാളികള്, സ്വർണം പൊതിഞ്ഞ പാളികള്, അതിലെ സ്വർണം എവിടെ പോയി? ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ സ്വർണം എവിടെ പോയി? അതുപോലെ തന്നെ ഈ 40 ദിവസത്തെ ഒരു ഗ്യാപ്പ് പറഞ്ഞല്ലോ, അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ധാരാളം സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതായത് സ്വർണം പൊതിഞ്ഞ പാളികൾ ഇളക്കിയെടുത്ത ശേഷം അത് പുറത്തു കൊണ്ടുവന്നിട്ട് അതിനു പകരമായി ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പുപാളികൾ അല്ലെങ്കിൽ ചെമ്പുപാളികളുടെ പകർപ്പുണ്ടായി, അതാണോ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്? ഗുരുതരമായ ഒരു സംശയമാണ്. അതിപ്പോൾ ഉയർന്നിരിക്കുക. 1998 പൊതിഞ്ഞ സ്വർണം ഇപ്പോഴെങ്ങനെയാണ് ചെമ്പായി മാറുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഈ വക ജോലികളുടെ സ്പോൺസർ ആയതിന്റെ പശ്ചാത്തലം എന്താണ്? ഈ സ്വർണം പൂശലിന് വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെയെങ്കിലും അടുത്തു നിന്ന് പണം പിരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണോ? ദേവസ്വം ബോർഡിന്റെ ചുമതലക്കാർക്ക് അതിനെക്കുറിച്ച് മുന്നറിവുണ്ടായിരുന്നോ? ബാംഗ്ലൂരിലെ ഒരു മലയാളി വ്യവസായിയിൽ നിന്ന് 35 ലക്ഷം രൂപ വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് ദേവസ്വം ബോർഡ് അറിഞ്ഞിരുന്നോ? അതുപോലെ തന്നെ സ്വർണ്ണ പൂശിയ പാളികൾ പല പല സ്വകാര്യ ഭവനങ്ങളിൽ കൊണ്ടുപോവുകയും അവിടെ പൂജ നടത്തുകയും ചെയ്തു എന്ന് പറയുന്നു. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. നമ്മുടെ നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടില് ഈ പാളികൾ കൊണ്ടുവച്ചു. അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ ഇത് വെച്ചതിന് ശേഷം അവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് പൂജകൾ നടത്തിയെന്ന്. എന്തൊരു സംഭവമാണ് ഇത്! ഈ ചില ക്ഷേത്രങ്ങളിൽ പറയെഴുന്നള്ളിപ്പെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ശബരിമലയിലെ വസ്തുക്കള്, പൂജാ വസ്തുക്കള് പുറത്തൊരു നഗരത്തിലെ സ്വകാര്യ ഭവനങ്ങളിൽ കൊണ്ടുപോയി പൂജയ്ക്ക് വയ്ക്കാനോ ആരാധിക്കാനോ പാടുണ്ടോ? അതിനാരാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് അധികാരം കൊടുത്തത്? പിന്നെ ഈ വക ആരോപണങ്ങൾ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോഴേ അവിടെയും സത്യം പറഞ്ഞ ശബരിമല അയ്യപ്പന്റെ ഒരു ഇടപെടൽ നമ്മൾ കാണുകയാണ്. ഈ സ്വർണം പൂശിയ പാളികൾക്കൊപ്പം 2 താങ്ങുപീഠങ്ങൾ കൂടി ഉണ്ടാക്കി നൽകിയിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു. അതിപ്പോ കാണാനില്ല. അതെവിടെ? അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നതാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ എന്തുവാ? ഈ പരാതി പറഞ്ഞ ആളിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അത് കിട്ടുന്നത്. ഇത് ഭഗവാന്റെ ഇടപെടൽ അല്ലെങ്കിൽ പിന്നെ എന്താണ്? അതുപോലെ തന്നെ ശബരിമലയിൽ ഇതുള്ള വസ്തുക്കള് പുറത്തു കൊണ്ടുപോകരുതെന്ന് ശബരിമല മാനുവലിൽ പറയുന്നുവെന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കെ അനന്തഗോപൻ പറയുന്നത്. എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ അത് ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണം, അതാണ് മാനുവലിൽ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത് മാനുവലിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലെന്നാ. അപ്പോഴാര് പറയുന്നതാ ശരി? അപ്പൊ ഏത് മാനുവൽ അനുസരിച്ചാണ് ശബരിമലയിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? അവിടുത്തെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന വിലപ്പെട്ട വസ്തുക്കള്, പൂജാ വസ്തുക്കള്, അതിൻ്റെയൊക്കെ യഥാർത്ഥ കണക്ക് ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ടോ? ഇപ്പൊ ഈ തർക്ക വിഷയമായ പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോഴേ ദേവസ്വം വിജിലൻസ് ഹാജരായിരുന്നില്ല, അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അവരിതിന്റെയൊക്കെ ചുമതലക്കാരാ. അവിടെ കുഴപ്പങ്ങൾ സംഭവിക്കാതിരിക്കാൻ ജാഗ്രതയോടെ നിൽക്കേണ്ടവരാ. അവരെ അറിയിക്കതാണ് ഈ പാളികള് ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്ന് പറയുന്നു. അതും 40 ദിവസം കഴിഞ്ഞിട്ടാണ് അത് ചെന്നൈയിൽ എത്തുന്നത്. എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾക്ക് എന്താ ജോലി? ചെയർമാനുണ്ട്, അംഗങ്ങളുണ്ട്. അവരറിഞ്ഞാണോ ശബരിമലയിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്? ഈ ഇളക്കിക്കൊണ്ടുപോയ പാളികള്
40 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിയതെങ്കിൽ അതിനെക്കുറിച്ച് ബോർഡിന്റെ പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ എന്തെങ്കിലും അറിവുണ്ടോ? ഇത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാണോ? അതിനെക്കുറിച്ച് ബോർഡിന് എന്തെങ്കിലും അറിയാമോ? ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ ശബരിമലയിൽ തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത് ചെമ്പുപാളികൾ എന്നാ. അപ്പോൾ ഉണ്ടാകുന്ന സംശയം നേരത്തെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഇവിടെ പോയി എന്നുള്ളതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പിരിവിറക്കി എന്ന് പറയുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിന് അറിയാമോ? 35 ലക്ഷം രൂപ ബാംഗ്ലൂരിലെ ഒരു വ്യവസായിയിൽ നിന്ന് വാങ്ങിയെന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പൊ ആരോപണം ഉന്നയിച്ചിരിക്കുക. ഇത് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണോ? പിന്നെ മറ്റു രസകരമായ കാര്യം, ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർ വളരെ പാവനമായിട്ട് കാണുന്ന വസ്തുക്കള് ഇത് നാടുനീളെ ഓരോ സ്വകാര്യ ഭവനങ്ങളിൽ കൊണ്ടുവച്ചിട്ട് പൂജിക്കാനുള്ളതാണോ? ഇതൊക്കെ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണോ? ആണോ? എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിന് ഇത്ര വലിയ സ്വാധീനം ശബരിമലയിൽ ലഭിക്കുന്നത് അല്ലെങ്കിൽ ലഭിച്ചത്? ഇപ്പോഴീ തട്ടിപ്പുകൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ശബരിമലയുടെ ഭരണം തന്നെ ഒരുപക്ഷേ ഈ സ്പോൺസറുടെ കൈവശമായി പോകുമായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. നമ്മുടെ മന്ത്രി വാസവൻ സഖാവയുടെ സംഗമകാലത്ത് ശബരിമലയെക്കുറിച്ച് എന്തുമാത്രം വാചാലതയാണ് പ്രകടിപ്പിച്ചത്. ഇപ്പൊ മിണ്ടാട്ടമില്ല. സുതാര്യമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇവിടെ നടന്നിരിക്കുന്ന ഈ കെടുകാര്യസ്ഥത, കൊള്ള, അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്ത് പറയാനുണ്ട്? ദേവസ്വത്തിന്റെ മന്ത്രിയല്ലേ? കഴിഞ്ഞ ദിവസം മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ സഖാവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്ന്. അങ്ങനെ അങ്ങേക്ക് പറയാൻ പറ്റുമോ? ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള അതിക്രമങ്ങളൊന്നും ശബരിമലയിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം അങ്ങേക്ക് ഉണ്ടോ? ഇതിനിടയ്ക്ക് നമ്മുടെ എം പി ഗോവിന്ദൻ മാഷി ഒരു മുൻകൂർ ജാമ്യമായി വന്നിരിക്കുക. ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് CPM-ആയിട്ടൊരു ബന്ധവും ഇല്ലെന്ന്, അല്ലെങ്കിൽ മാഷി ആരെങ്കിലും പറഞ്ഞോ ഉണ്ടെന്ന്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് അദ്ദേഹം ശബരിമലയിൽ എത്തുന്നത്, ആരുടെ ആളായിട്ടാണ്, എങ്ങനെയാണ് ഇത്ര സ്വാധീനം ഉണ്ടാക്കിയത്, അതൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്തിനാണ് ഇപ്പോഴേ ഒരു മുൻകൂർ ജാമ്യം? അങ്ങനെ CPM-മായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണെന്ന് എന്തിനാ പറയുന്നത്? ഇപ്പൊ എല്ലാം കൊണ്ടും സംശയിച്ചു പോകുന്നത് അമ്പലം വിഴുങ്ങികളാണ് ശബരിമലയില് കൈകാര്യകർത്തൃത്വം നടത്തുന്നത് എന്നാണ്. എങ്കിലും എൻ്റെ അയ്യപ്പ ഭഗവാനെ അങ്ങയുടെ ഓരോ ലീലാവിലാസങ്ങൾ